നമസ്കാരം. നമസ്കാരം ശർമാജി, ഭക്ഷണത്തെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വിഷയത്തെ മൊഴിമുത്തുകളിൽ നമ്മൾ ഭക്ഷണത്തെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അതെ അതെ ഇന്ന് ഭക്ഷണം തന്നെ ആവാം നമ്മുടെ വിഷയം. ഭക്ഷണം എത്ര രീതിയാണ്, അതിനനുസരിച്ച് ഒരു മനുഷ്യന്റെ സ്വഭാവ രൂപീകരണം അതൊക്കെ അതിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ ഭക്ഷണ രീതികൾ, എങ്ങനെയാണ് അങ്ങയുടെ മൊഴിമുത്തുകൾ? ആദ്യം തന്നെ പറയട്ടെ, ഈ ഭക്ഷണം, വസ്ത്രം ഒരു മനുഷ്യനും തന്റെ ആ ഒരു സ്വകാര്യതയില് മറ്റൊരാൾ ഇടപെടാൻ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. സ്വന്തം ഭക്ഷണവും അതുപോലെ വസ്ത്രവും. പക്ഷെ അതിലാണ് എല്ലാരും കൈവച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നവും വിവാദവും ഒക്കെ ഈ ഭക്ഷണം തന്നെയാണ്. അതെ 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 കാര്യം അതിൽ കൈവയ്ക്കുമ്പോൾ സൂക്ഷിച്ചു വെക്കണം. അതെ 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 അപ്പൊ നമുക്ക് നമ്മുടെ മൊഴിമുത്തുകൾ പറയാ എന്ന് മാത്രമേ ഉള്ളൂ. തിരഞ്ഞെടുക്കാനും മറ്റുള്ള സ്വാതന്ത്ര്യമൊക്കെ അത് വ്യക്തിക്കും തന്നെ. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, എന്നിരുന്നാലും എങ്ങനെയാണ് ഇതിന്റെ രീതികൾ? ഭക്ഷണം നമുക്കറിയാലോ, നമ്മള് മനുഷ്യനുള്ള കാലം മുതലേ, ഈ പ്രകൃതിയുള്ള കാലം മുതലേ മനുഷ്യന് ഭക്ഷണം ആവശ്യമാണ്. ശരീരം നിലനിർത്താൻ ഒന്നാമത് നമുക്ക് ഭക്ഷണം ആവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ വസ്ത്രം. അപ്പം അതിലേറ്റവും മുഖ്യമാണ് ഭക്ഷണം. എന്ത് കഴിക്കണം എന്നുള്ളത് അവനവനെ സംബന്ധിച്ചുള്ള വിഷയമാണ്. അപ്പോൾ നമ്മൾ പറയുന്നു പ്രകൃതിദത്തമായിട്ടുള്ള ആഹാര രീതി ആണ് ഏറ്റവും അനുയോജ്യം. അതാണ് ഭാരതീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. ആ രീതിയിലായിരുന്നു ഭാരതീയരുടെ ജീവിതക്രമവും. പിൽക്കാലത്തല്ല അതെല്ലാം മാറി മറിഞ്ഞു. ഇന്നും ഭാരതീയരില്ലാത്ത രാജ്യങ്ങളില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇവരുടെ ഭക്ഷണ രീതിയാണ്. കാരണം ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ള ഭാരതീയര് അവര് എല്ലാ ഏത് മേഖലയിലും അവരുടെ ബുദ്ധിപരമായിട്ടാണെങ്കിലും അവര് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ഭാരതീയ ശാസ്ത്രജ്ഞന്മാര് അങ്ങനെ അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഭഗവത്ഗീതയിലാണ് ഭക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്. 3 തരം ആഹാര രീതിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് സാത്വികമായിട്ടുള്ള ഭക്ഷണം, രാജസമായിട്ടുള്ള ഭക്ഷണക്രമം, അതുപോലെ താമസികമായിട്ടുള്ള ഭക്ഷണക്രമം. അപ്പൊ നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് സാത്വികമായിട്ടുള്ള ഭക്ഷണക്രമത്തിന് തന്നെയാണ്. ഇന്ന് എല്ലാവരും വിചാരിക്കുന്നത് ഈ മത്സ്യമാംസങ്ങളൊക്കെ രജോഗുണം ഉള്ളതാണ് എന്നാണ്. യഥാർത്ഥത്തിൽ മത്സ്യമാംസങ്ങളൊക്കെ തമോ ഗുണാണ്. അതിൽ ചേർക്കുന്ന പച്ചക്കറി ഉണ്ടല്ലോ, ഒരു മാംസം നല്ലൊരു ഭക്ഷണം ആവണമെങ്കിൽ അതിൽ ഈ പ്രകൃതിദത്തമായിട്ടുള്ള ഈ ചേരുവകള്, അതായത് ഈ പച്ചക്കറികൾ ചേർത്താൽ മാത്രമേ അതിന് രുചി ഉണ്ടാവുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ എവിടെയാണ് രുചി കിടക്കുന്നത്? പ്രകൃതിദത്തമായിട്ടുള്ള ആഹാരത്തിലാണ് രുചി കിടക്കുന്നത്. ശരിയല്ലേ? പക്ഷെ നമ്മുടെ ധാരണ ഇതാണ്. അപ്പോ മാത്രമല്ല, നമ്മുടെ നാക്ക് ആഗ്രഹിക്കുന്നതാണ് നമ്മൾ കഴിക്കുന്നത്. അതുപോലെ നമ്മളെ മനസ്സ് ആഗ്രഹിക്കുന്നതാണ് നമ്മൾ കഴിക്കുന്നത്. നാക്കിന് വേണ്ടിയും മനസ്സിന് വേണ്ടിയുമാണ് നമ്മൾ ഇപ്പോ ഭക്ഷണം കഴിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? നമ്മളെ ശരീരത്തിന് വേണ്ടിയാണ്. അതാരും ചിന്തിക്കുന്നില്ല. ഇപ്പൊ കയ്പ്പയ്ക്ക നമ്മളെ നാക്കിന് കയ്പാണ്, പക്ഷെ നമ്മളെ ശരീരത്തിന് അത് വളരെ ഗുണപ്രദമായിട്ടുള്ളത്. പാവയ്ക്ക, അതെ അതെ, പാവയ്ക്ക എന്ന് പറയുന്നത്. അപ്പോ മനുഷ്യന്റെ ഒരു രീതി അതാണ്. അതുകൊണ്ട് തന്നെ അവന്റെ രുചിക്കും അവന്റെ നാക്കിന്റെ രുചിക്കും അവന്റെ മനസ്സിന്റെ അവസ്ഥയ്ക്കും അനുസരിച്ചാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നമ്മൾക്ക് വേണ്ടത് വിവേകം തന്നെയാണ്. മൃഗങ്ങൾ പോലും അവരുടെ വിവേകത്തിനനുസരിച്ചാണ് അവരുടെ ഭക്ഷണം. അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. നമുക്ക് ഏറ്റവുമായിട്ട് മുഖ്യം പറയുന്നത് ഒരു 1-2 മണിക്കൂർ കൊണ്ട് ദഹിക്കാവുന്ന ഭക്ഷണം കഴിക്കുകയാണ് ഏറ്റവും മനുഷ്യന് ഗുണപ്രദം. നമ്മൾ ഈ പച്ചക്കറി ഭക്ഷണം ഏറ്റവും കൂടുതൽ കഴിക്കണമെന്ന് ഇന്ന് പറയുന്നു. അതിന്റെ പ്രധാന കാരണം അത് ദഹിക്കാൻ 1-2 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ അത് ദഹിച്ച് നമ്മളെ ശരീരത്തിൽ അത് വ്യാപിച്ച് നമ്മൾ അതിന്റെ വേസ്റ്റ് പുറത്തു പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സംവിധാനമാണ്. മറ്റു ഭക്ഷണങ്ങൾ ആ രീതിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്വാത്വികമായിട്ടുള്ള ഭക്ഷണം പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണ രീതിയാണ്. ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ മനസ്സ് രൂപീകരിക്കുന്നത്, സ്വഭാവം ഉണ്ടാവുന്നത്, നമ്മുടെ
വാക്കുകൾ, പ്രവൃത്തികൾ ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഭക്ഷണം നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോ ഏത് ഭക്ഷണം കഴിക്കണമെന്ന് നമുക്ക് ആരോടും നിർബന്ധം പിടിക്കാൻ വയ്യ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? അറിവ് കൊടുക്കാൻ സാധിക്കും. അപ്പൊ അത് അവനവന്റെ വിവേകത്തിനനുസരിച്ച് നമുക്ക് ഭക്ഷണക്രമം, പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണക്രമം നമുക്ക് തെരഞ്ഞെടുത്താൽ അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അധികം അനുയോജ്യവുമാവും. നമ്മുടെ മാനസികമായിട്ടുള്ള സന്തോഷത്തിനും നമ്മുടെ പ്രവൃത്തിയിലും എല്ലാം അതിന്റെ പ്രതിഫലനം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അടുത്തത് ഏതാ വരുന്നത്? അപ്പൊ നമ്മൾ നോക്കിയത് സാത്വികാണ്. അതെ. ഇനി അടുത്തത് വരുന്നത് രജസ്, രജോ ഗുണം. രജോ ഗുണം പറഞ്ഞാൽ ഈ എരിവ്, പുളി, അതുപോലെ രൂക്ഷമായിട്ടുള്ള ചില ഭക്ഷണ ഇതുണ്ട്, രൂക്ഷമായിട്ടുള്ളത് എന്നാണ് പറയാ. ഇപ്പൊ ഉള്ളി, അത് നല്ല ഒരു വീറ് കിട്ടാൻ വേണ്ടി എന്നൊക്കെ പറയില്ലേ. അപ്പൊ നല്ല എരിവ് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ശരീരത്തിന് കൂടുതലൊരു ചൂട് അനുഭവപ്പെടും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്വഭാവവും പ്രവൃത്തിയിലും അത് അദ്ദേഹത്തിൽ കാണാൻ പറ്റും. ഇപ്പോ നല്ല അധ്വാനിക്കുന്ന ആ രീതിയിലൊക്കെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഭക്ഷണത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ അത് രജോ ഗുണം എന്ന് പറഞ്ഞാൽ കൂടുതൽ എരിവ്, പുളി, അതുപോലെ രൂക്ഷമായിട്ടുള്ള ഗന്ധമുള്ളത്, അധികം രുചിയുള്ളത്, നാക്കിന് കൂടുതൽ രുചി കിട്ടുന്നതായിട്ടുള്ള മസാലകൾ ചേർത്തിട്ടുള്ള ഇതൊക്കെയാണ് രജോ ഗുണം പ്രധാനമായിട്ടുള്ള ഭക്ഷണങ്ങൾ. അത് നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇത് ഒരുപാട് പറയാനുണ്ട് ഈ കാര്യത്തിൽ. അപ്പൊ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ ആണ് രജോ ഗുണമുള്ളത്. തമോ ഗുണം. തമോ ഗുണം ഉള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പഴകിയ ഭക്ഷണം, പുളിച്ച ഭക്ഷണം, ഫ്രിഡ്ജുകളിലൊക്കെ, അതെ അതെ, ഫ്രിഡ്ജുകളിലൊക്കെ വെച്ചിട്ടുള്ള ഭക്ഷണം, അതുപോലെ മാംസം, അതായത് ഒരു ജീവി, പിന്നെ ജീവനില്ലാത്തൊരു ജീവിയുടെ മാംസമാണ്. അപ്പൊ അതൊക്കെ തമോ ഗുണാണ്, മൃദുദേഹമാണ്. അപ്പൊ തമോ ഗുണമായിട്ടുള്ള ഭക്ഷണം ഒരിക്കലും മനുഷ്യന് ഗുണപ്രദമല്ല, ഏറ്റവും ഗുണപ്രദമല്ല. അതിൽ നിന്ന് അസുഖങ്ങൾ ഉണ്ടാവും, പല തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവും. ഇതേപോലെ രജോ ഗുണമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവർക്കും വയറിനേതായിട്ടുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ച പ്രശ്നമല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. അതെ, നാക്കിന്റെ രുചിക്കാണ് പ്രാധാന്യം. നാളെ ഇനി വയറുവേദനയായിട്ട് ഇരുന്നോട്ടെ, കുഴപ്പമില്ല, എന്നാലും നമ്മൾ നാക്കിന്റെ രുചിക്കാണെന്ന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ മുഖ്യമായിട്ട് പറയുന്നത് സ്വാത്വികമായിട്ടുള്ള ഭക്ഷണക്രമത്തില് മറ്റൊരു തലം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ പ്രകൃതി, നമുക്ക് ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാം പ്രകൃതി തന്നിട്ടുണ്ട്, കഴിക്കാൻ ആവശ്യമായിട്ട് എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ പ്രകൃതി തരുന്നത് നമുക്ക് കഴിക്കാം. നമ്മളിപ്പോ ചൂഷണം ചെയ്യാൻ ചെയ്യുന്നത്. ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന മറ്റു ജീവജാലങ്ങളും ഉണ്ട്. ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ അതിന്റെ വക്താക്കളാണ്. നമ്മുടെ പ്രകൃതിയിലുള്ള ജീവികളും ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരാണ് എന്ന് പറയുന്നു. ഭൂമി അവർക്കും അവകാശം. അതെ അതെ, അവർക്കും അവകാശം. അതെ അതെ അതെ. അപ്പോ ആ ഒരു ദയ, നമ്മളെ സഹജീവികളോടുള്ള ഒരു ദയ, കരുണ, ഈശ്വരന്റെ നാമം തന്നെ കാരുണ്യവാൻ, കരുണാമയൻ, കരുണാനിധി എന്നൊക്കെയാണ്. പക്ഷെ ഈ പറയുന്നവര് തന്നെ എന്താണ്, യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ നമ്മളെ സ്വന്തം സുഖത്തിനു വേണ്ടി ഇതര ജീവികളെ കൂട്ടം കൂട്ടമായിട്ട് കൊന്നു കഴിക്കുകയാണ്. ഓരോ മനുഷ്യനും, അങ്ങനെ ആരെയും പറയണ്ടേ, ഓരോ മനുഷ്യനും ഇത് ചെയ്യുന്നു. പക്ഷെ മൃഗങ്ങൾ പോലും അവരുടെ വിശപ്പടക്കാൻ വേണ്ടി മാത്രമേ അവർ ഭക്ഷണം കഴിക്കുള്ളൂ. പക്ഷെ മനുഷ്യനതല്ല. മനുഷ്യന് അവന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനാണ് അവൻ ഭക്ഷണം കഴിച്ച് രോഗികളായിത്തീരുന്നത്. ഇവിടെ മൃഗങ്ങളൊന്നും രോഗികളായി നടക്കുന്നത് നമ്മൾ അധികം കാണാറില്ല. കാരണം അവർ പ്രകൃതിദത്തമായിട്ടുള്ള അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ഭക്ഷണം പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണമാണ് എന്ന് നമ്മളെ ഭാരതീയമായിട്ടുള്ള കാഴ്ചപ്പാട്. അപ്പൊ ഈ ഒരു ഭക്ഷണ സംസ്കാരം നമ്മൾ ചെറുപ്പം മുതലേ ഇതിന്റെ അറിവുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ മുഖ്യം. അല്ലാതെ ഒരിക്കലും ഒരു ഭക്ഷണം കഴിക്കരുതെന്നോ ഇന്നത് കഴിച്ചാൽ മതിയെന്നോ പറയാനുള്ളൊരു അവസ്ഥയും ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്തേ പാടുള്ളൂ? അറിവ് കൊടുക്കാം. പ്രകൃതിദത്തമായിട്ടുള്ള ആഹാരത്തിന്റെ ഗുണം, മറ്റുള്ള ആഹാരത്തിന്റെ ഗുണം എന്നുള്ളത്. അതുപോലെ തന്നെ നാം ജീവിക്കുന്ന ചുറ്റുപാടില്
മറ്റുള്ള ജീവികളും സുഖത്തിലും സന്തോഷത്തിലും കഴിയട്ടെ. എല്ലാ മതങ്ങളും സംസ്കാരങ്ങളൊക്കെ പറയുന്നത് അതല്ലേ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആ പറയുന്നവര് തന്നെ ഈ ദയാദാക്ഷിണ്യമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ലോകവുമില്ല, സമസ്തവുമില്ല, സുഖവുമില്ല. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇനി ഈ തമോ രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുന്ന ഒരു ന്യായീകരണമുണ്ട്. അതായത് ഇന്നിപ്പോൾ ഈ വെജിറ്റബിളിലൊക്കെ വിഷം തളിച്ച് വരുന്നു എന്നത് പറയുന്നുണ്ട്. അത് സത്യത്തിൽ നമ്മളായിട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം നമ്മളിവിടെ ഉൽപാദനം നമ്മൾക്ക് ഇന്നില്ല. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പോൾ അതിൽ വിഷം തളിച്ച് വരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊരു ന്യായീകരണമായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് അത് ഈ പച്ചക്കറിയിൽ വിഷമുള്ളത് കൊണ്ട് അത്ര വിഷം മാംസത്തിൽ വരുന്നില്ല, അപ്പോൾ ബെറ്റർ ചോയ്സ് അതല്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതെങ്ങനെയാണ് അങ്ങ് കാണുന്നത്? അല്ല, പച്ചക്കറിയിൽ വിഷം തളിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ മാംസം വിഷമയമാണ്. വിഷം തന്നെയാണ് മാംസം. അതിൽ പ്രത്യേകിച്ച് തളിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു മാംസപിണ്ഡമായിട്ടുള്ള ഒരു ജീവിയെ ഉൽപ്പാദിച്ചെടുക്കുമ്പോൾ തന്നെ അത് അത്തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ കുത്തിവെച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു എന്താ പറയാ, അതിന് പ്രത്യേകിച്ച് അതില് വിഷം ചേർക്കേണ്ട ആവശ്യം, അത് കഴിക്കാൻ പറ്റാത്തതാണ് യഥാർത്ഥത്തില്. മറ്റൊന്നാണ്, നമ്മൾക്കറിയാം സ്വഭാവ രൂപീകരണം. നമ്മൾ പറഞ്ഞു, ഈ സ്വഭാവം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നില്ലേ ഭക്ഷണക്രമത്തിന്റെ അനുസരിച്ച്? തീർച്ചയായിട്ടും നമ്മളെ മനസ്സ് രൂപീകരിക്കുന്നത് നമ്മൾ ഈ ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ്. അന്നാദ് ഭവത് വർജന്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങൾ നമുക്ക് മനസ്സിലാവും. അന്നത്തിൽ നിന്നാണ് മനസ്സുണ്ടാവുന്നത്. അപ്പൊ മനസ്സ് തന്നെയാണല്ലോ നമ്മുടെ സ്വഭാവ രൂപീകരണമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഭക്ഷണവുമായിട്ട് വളരെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ ഭക്ഷണക്രമം തന്നെയാണ് നമ്മുടെ ജീവിതക്രമവും. ഭക്ഷണക്രമം മാറ്റിക്കഴിഞ്ഞാൽ ജീവിതക്രമം മാറി എന്നാണ് പറയുന്നത്. ഭക്ഷണ സംസ്കാരത്തിലൂടെ നമ്മളെ ശരിയായ സംസ്കാരം തന്നെ മാറിപ്പോകും. ഇപ്പൊ ഒന്നും വേണ്ട. ഇപ്പോ നമുക്കറിയാം, നമ്മളെ വീടുകളിലൊക്കെ പണ്ട് വിവാഹങ്ങള്, മംഗളകർമ്മങ്ങളൊക്കെ ഭാരതീയമായിട്ടുള്ള രീതിയിൽ നടന്ന സമയത്തൊക്കെ മറ്റൊരു ജീവിയെ ഉപദ്രവിക്കാതെയായിരുന്നു നമ്മളൊക്കെ മംഗളകർമ്മങ്ങൾ നടത്തിയിരുന്നത്. പക്ഷെ ഇപ്പൊ ഒരു മംഗളകർമ്മം നടക്കുന്ന വീട്ടിൽ രോദനമാണ്, ബ്ലഡ്, രക്തപങ്കിലമാണ്. നോക്കൂ ഒരവസ്ഥ. നമ്മളൊരു മംഗളകർമ്മം നടക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ജീവികൾക്കും അതിലൊരു പങ്കാളിത്തം കൊടുക്കുക, അവർക്കൊരു ഭക്ഷണം കൊടുക്കേണ്ട നമ്മള് അവരെ പിടിച്ച് കശാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ ആ ഒരു സംസ്കാരം തന്നെ ഈ ഭക്ഷണത്തിലൂടെ മാറിപ്പോയി. ഭാരതീയമായിട്ടുള്ള യഥാർത്ഥ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്ഷണക്രമം തന്നെയാണ്. പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണം, പ്രകൃതിയെ നശിപ്പിക്കാതെ, പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ലേ? അത് എന്ന് സാധിക്കുന്നോ അന്ന് നമ്മുടെ ഈ ഒരു സനാതനമായിട്ടുള്ള ഈ മഹത്തരമായിട്ടുള്ള സംസ്കാരം വീണ്ടും നമ്മുടെ മുന്നിൽ ആവിർഭവിക്കും. ഇപ്പൊ ഭക്ഷണത്തിനനുസരിച്ച് തന്നെയാണ് സ്വഭാവ രൂപീകരണം നമ്മൾ പരിശോധിച്ചോ. അത് ഇപ്പൊ നമുക്കറിയാം, ഒരു ക്രിമിനലുകളുടെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ റേഷ്യോ എടുക്കുകയാണെങ്കിൽ, വെജിറ്റബിൾ കഴിച്ചിട്ടുള്ള ആളുകൾ ക്രിമിനലുകൾ കുറവായി എന്ന് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഈ നോൺ വെജ് മറ്റുള്ള സാധനങ്ങൾ കഴിക്കുന്ന ആളുകളിൽ ആ ക്രിമിനൽ വാസന കൂടുതലാണ്. ക്രിമിനലുകൾ ഏറ്റവും ധാരാളം ഉണ്ട് താനും. അത് യാഥാർത്ഥ്യമല്ലേ? അതൊരു ഘടകം തന്നെയാണ്, സംശയമില്ല. കാര്യം അത് അന്വേഷിച്ചാൽ തന്നെ നമുക്കറിയാം. പ്രത്യക്ഷത്തിലുള്ള ഒരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ മുൻപിൽ. അതെ, അതൊരു പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണം. അതിന് പ്രത്യേകിച്ച് നമ്മളൊരു ശാസ്ത്രം തേടി പോവേണ്ട ആവശ്യമില്ല. അത് ആ കാര്യം അവിടെ ദയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ദയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോ ആ ദയ എന്ന് പറയുന്നത് ഉണ്ടാവണമെങ്കിൽ എന്താണ്? ദയ നമ്മളൊരു മനുഷ്യനോട് മാത്രമല്ല, നമ്മുടെ മക്കളോട് മാത്രമല്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു ദയാലുവായിട്ടുള്ള ഒരു മനുഷ്യനോട് മാത്രമല്ല, ഒരു രോഗിയോടല്ല ദയ, സകല ജീവജാലങ്ങളോടും നമുക്ക് ദയ ഉണ്ടാവുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ നമ്മളിൽ ഉള്ളത്. യഥാർത്ഥത്തിൽ ആ ഈശ്വരന്റെ നാമം പോലും നമുക്ക് പറയാനുള്ള അർഹതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം, ചിന്തിക്കണം. അതെ. എന്തായാലും ഭക്ഷണം എല്ലാവരുടെയും സ്വകാര്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളതില് ആരെയും നിർബന്ധമില്ല. പക്ഷെ അറിവുകള് പ്രധാനം തന്നെയാണ്. ഇതാണ് അതിന് പിറകിലുള്ള അറിവുകൾ. അതെ. നന്ദി. നമസ്തേ.